ഹലോ കൂട്ടുകാരെ, റോഷുവിൻ്റെ ശേഷം ഇന്ന് വിശുദ്ധനായ ഒരു പാപ്പയുടെ തിരുനാളാണ്. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാപ്പാപ്പ. ഈ വിശുദ്ധനായ മാപ്പാപ്പ കുറേ കാര്യങ്ങൾ തിരുസഭയ്ക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. കുഞ്ഞായിരുന്നപ്പോൾ പപ്പയും മമ്മയും ഒക്കെ മരിച്ചുപോയി. ഒറ്റയ്ക്കായി. ഭയങ്കര സങ്കടമായിരുന്നു. ആരും കൂട്ടില്ലല്ലോ. അപ്പോൾ മാതാവിൻ്റെ പള്ളിയുടെ ഫ്രണ്ടിൽ നിന്ന് പറഞ്ഞു, അമ്മ മാതാവേ, ഇനി മുതൽ നീയാണ് എൻ്റെ അമ്മ, നീയാണ് എൻ്റെ എല്ലാം. അങ്ങനെ വലുതായി പഠിച്ചു വളർന്നു വന്നപ്പോൾ ആഗ്രഹമുണ്ടായി അച്ഛനാവാൻ പോകുന്നെന്ന്. അങ്ങനെ നല്ല അച്ഛനാവാൻ പഠിച്ചു. നല്ല അച്ഛനായി. നല്ല സ്വഭാവം കാരണം എല്ലാവരും മാപ്പാപ്പയാക്കിയപ്പോൾ ജോൺ പോൾ പാപ്പ വിചാരിച്ചു, ഞാൻ മാതാവിൻ്റെ കൈ പിടിച്ച് കുറേ നന്മകൾ ചെയ്യും. അങ്ങനെ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ, ഞാൻ പൂർണ്ണമായും അമ്മയുടേതാണ് എന്നൊരു വാക്യം പാപ്പ എല്ലായിടത്തും പറയാറുണ്ടായിരുന്നു. ഒരു ദിവസം മാപ്പാപ്പ കുറേ സ്ഥലങ്ങളൊക്കെ സന്ദർശിച്ച് വന്നപ്പോൾ അലി അക്ക എന്ന് പറഞ്ഞ ഒരു ചേട്ടൻ മാപ്പാപ്പയുടെ തലയിൽ വെടിവെച്ചു. എല്ലാവരും നിൽക്കുന്ന സമയത്ത് എല്ലാവരും കരഞ്ഞു, അയ്യോ നമ്മുടെ മാപ്പാപ്പയ്ക്ക് എന്താ പറ്റിയേ, ഓടി വന്നു. പക്ഷെ മാപ്പാപ്പ അവിടെ വെടി കൊണ്ട് ഷൂട്ട് ചെയ്തില്ലേ, വെടി കൊണ്ട് വീണു. അപ്പോൾ ഒരു ചേട്ടായി ഫോട്ടോ എടുത്ത് നോക്കിയപ്പോൾ കാണുന്നത് മാപ്പാപ്പ വീണ് കിടക്കുന്നത് മാതാവിൻ്റെ കയ്യിലാണ്. പക്ഷെ മാപ്പാപ്പ മരിച്ചു പോയില്ല. മാപ്പാപ്പ ആശുപത്രിയിൽ പോയി വന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ സുഖമായപ്പോൾ മാപ്പാപ്പ മനസ്സിലായി, അലി എന്ന് പറഞ്ഞ ചേട്ടനാണ് മാപ്പാപ്പയുടെ നല്ല കാര്യങ്ങളൊന്നും ഇഷ്ടമില്ലാണ്ട് കുശുമ്പായിട്ട് കൊല്ലാൻ വന്നിരുന്നു. ആളെ ജയിലിലായിരുന്നു. കള്ളനെ പിടിച്ച് പോലീസ് ജയിലിലില്ലേ. അപ്പം മാപ്പാപ്പ വിചാരിച്ചു, ഞാൻ ഈ ചൊപ്പിനെ കുശി തച്ചോരോട് ക്ഷമിച്ചില്ലേ, ഞാനും ഈ ചൊപ്പയുടെ മോനല്ലേ, ഞാനും എന്നെ കൊല്ലാൻ നോക്കിയ ആളോട് ക്ഷമിക്കും. അങ്ങനെ ഈ മാപ്പാപ്പ സുഖം ആയി കഴിഞ്ഞിട്ട് ജയിലിൽ പോയി മാപ്പാപ്പനെ കൊല്ലാൻ നോക്കിയ ചേട്ടനെ കണ്ടിട്ട്, ഞാൻ എന്നോട് ക്ഷമിക്കണം, ഇനി നല്ല കുട്ടിയായിട്ട് ജീവിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ കുഞ്ഞു കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഇഷ്ടപ്പെട്ട മാപ്പാപ്പ പ്രായമായിട്ട് പാർക്കിൻസൺസ് എന്ന് പറഞ്ഞ അസുഖമൊക്കെ വന്നിട്ടാണ് മരിച്ചത്. ഒരുപാട് വിശുദ്ധരെ തിരുസഭയ്ക്ക് നൽകിയ മാപ്പാപ്പയാണ് മിസ്റ്റർ ജോൺ പോൾ രണ്ടാമൻ മാപ്പാപ്പ. കൂട്ടുകാരെ, നമുക്കും മാപ്പാപ്പയെ പോലെ മാതാവിനെ കുറേ